ഇന്നത്തെ വചനചിന്ത: മനുഷ്യർ പറയുന്ന നുണകൾ വിശ്വസിക്കരുത്. ആനകളെ തളച്ചിരിക്കുന്നത് അവയുടെ അസാധാരണമായ ഓർമ്മശക്തിയുടെ ബലത്തിലാണ്. കരയിലെ ഏറ്റവും വലിപ്പമേറിയ മൃഗമാണ് ആനയെന്നത്. മൃഗങ്ങളിൽ വച്ച് ഏറ്റവും സാമർഥ്യവും കാര്യക്ഷമതയും കുശാഗ്രത ബുദ്ധിയുമുള്ള ആനകളുടെ ഓർമ്മശക്തി ആഴമേറിയതാണ്. ആനകളുടെ തലച്ചോറിൻ്റെ വലിപ്പം, ഘടന, അവ കാരണം ആനകൾ ഒന്നും ഒരിക്കലും മറക്കുന്നില്ലെന്നുള്ളതാണ്. ആനകൾ കയറുന്ന കുന്നുകളാകട്ടെ, മലകളാകട്ടെ, വെള്ളച്ചാട്ടമാകട്ടെ, മനുഷ്യരെയും ഒന്നും ആന മറക്കുന്നില്ല. കാര്യസാമർഥ്യവും കണക്ക് കൂട്ടലുകൾ നടത്തി പഴവർഗ്ഗങ്ങളുടെ അടുത്തും വിളഞ്ഞ നിലത്തും ആന എത്തിയിരിക്കും. ആനകളുടെ ഈ ഓർമ്മശക്തി തന്നെയാണ് അവയുടെ ഒരു ബലഹീനത എന്നത്. സർക്കസിലും മറ്റും വളരെ ചെറിയ പ്രായത്തിൽ കൊണ്ടുവരുന്ന ആനകളെ ചെറുപ്രായത്തിൽ തളച്ചിടുന്ന അതേ കയറിലും കുറ്റിയിലും തന്നെയാണ് 6000 കിലോ തൂക്കമുള്ളപ്പോഴും തളച്ചിടപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായി ഓടി നടക്കേണ്ട ആന ഒരു സർക്കസ് കൂടാരത്തിൽ നിന്നും ഓടിപ്പോകുവാൻ തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിക്കുവാൻ ശ്രമിക്കാതെ അടുത്ത നിമിഷം കാലുകളെ കയറിൻ്റെ കാര്യം ഓർമ്മ വരും. അന്ന് ചെറുപ്പത്തിൽ ആ കയർ അതിനെ തളച്ചിടുവാൻ ശക്തിയുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആന വളർന്നുവെങ്കിലും തൻ്റെ മനസ്സിൽ ഇപ്പോഴും ആന തന്നിലും ശക്തിയേറിയ കയറിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണെന്ന് ചിന്തിക്കും. തൻ്റെ ഏറ്റവും ശക്തിയുള്ള ഓർമ്മ തകർന്നു പോകുന്നു. എത്ര ദയനീയമായ അവസ്ഥയാണ്! നിസ്സഹായമായ ഒരു കയറിൽ കെട്ടപ്പെട്ട ഒരു ശക്തിയേറിയ ഗജവീരൻ. മനുഷ്യരായ നമുക്കും ഇങ്ങനെയുള്ള ബന്ധനങ്ങൾ ഉണ്ടാകാറുണ്ട്. ദയയില്ലാത്ത മനുഷ്യർ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ ഇന്ന് അനേകരാണ്. ഒരുപക്ഷെ ഒരയൽക്കാരൻ, ഒരധ്യാപകൻ, ഒരു സുഹൃത്ത്, വീട്ടിലെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുകൾ ചെറിയ ചെറിയ ചരടുകളായി നമ്മെ നാളുകളായി ബന്ധിച്ചിരിക്കുകയാണ്. താങ്കളെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല, താങ്കൾ ഒരു വിഡ്ഢിയാണെന്നും, താങ്കളെ കാണാൻ ഭംഗിയില്ല എന്നും, താങ്കൾ ചെയ്യുന്നതൊക്കെയും ശരിയല്ലെന്നും, താങ്കൾക്ക് യാതൊരു കഴിവില്ല എന്നും, കഴിവില്ലാത്ത ഒരാളാണ് താങ്കളെന്ന്, താങ്കളെക്കാളും മിടുക്കരായ ബാക്കിയുള്ളവരുണ്ടെന്നും, ജീവിതകാലത്തിൽ ഒരിക്കലും താങ്കളുടെ സ്വപ്നം എത്തിച്ചേരത്തില്ല, താങ്കൾ കാണുന്ന സ്വപ്നം പൂർത്തീകരിക്കത്തില്ലെന്ന് അങ്ങനെ പറയപ്പെട്ട വാക്കുകൾ ഏറെയില്ലേ? അങ്ങനെ കേട്ട വാക്കുകൾ ഇന്നും മനുഷ്യൻ്റെ തലച്ചോറിൽ ഓർമ്മകളുടെ ചരടുകളായി ബലഹീനതകളിലും പരാജയങ്ങളിലേക്കും ബന്ധിക്കപ്പെടുമ്പോൾ അവയുടെ ബന്ധനങ്ങളെ മറികടക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ ഇടങ്ങളിൽ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വചനം ശ്രവിക്കുന്ന താങ്കൾ അനുഭവിക്കണം. താങ്കൾ ചങ്ങലകളാൽ ബന്ധിച്ച് കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു സമൂഹം മുഴുവനും താങ്കളെ ചങ്ങലയ്ക്കിടുവാൻ ആഗ്രഹിക്കുമ്പോൾ താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ കർത്താവ് യേശു ക്രിസ്തു താങ്കളുടെ അരികിലുണ്ട്. മനുഷ്യർ പറയുന്ന വാക്കുകൾ വിശ്വസിക്കരുത്. താങ്കളുടെ ജീവിതത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന ഒത്തിരി പദ്ധതികളുണ്ട്. അവയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ബലഹീനതകളെയും തോൽവികളെയും പൊട്ടിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. താങ്കളെ തളച്ചിട്ട കുറ്റിയും കയറും നിസ്സാരമാണെന്ന് താങ്കൾ തിരിച്ചറിയുക. താങ്കൾ മനസ്സിലാക്കണം, ഒരുപക്ഷെ ഒരു സ്വഭാവം, താങ്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാപം, ഒരു ദുശീലം, അങ്ങനെ താങ്കളെ ചേർത്ത് കെട്ടുന്ന ചരടുകൾ അനേകമാണ്. താങ്കൾ ആരാണെന്ന് താങ്കൾ തിരിച്ചറിയുക. താങ്കളുടെ സ്വാതന്ത്ര്യം താങ്കൾ നേടിയെടുക്കുക. താങ്കളെക്കുറിച്ച് താങ്കൾ കരുതി വച്ചിരിക്കുന്ന പലതും സത്യമല്ല. സത്യമറിയുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണ്. താങ്കൾ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് പതറിപ്പോകണ്ട. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അവരുടെ അഭിപ്രായത്തിൽ നടക്കുവാൻ താങ്കൾ ഒരടിമയല്ല എന്ന് തിരിച്ചറിയുക. മനുഷ്യർ പറയുന്ന നുണകളിൽ വിശ്വസിച്ച് ഒരായുസ് നഷ്ടമാക്കരുത്. അവർ എന്ത് ചിന്തിക്കുമെന്നോർത്ത് ആകുല ചിന്തരാകരുത്. ലോകം യേശുവിന് നൽകിയത് മുൾമുടിയായിരുന്നു. ആകയാൽ ലോകത്തിലെ മനുഷ്യരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ
ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുക. മനുഷ്യർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് ആകുലപ്പെട്ട് ജീവിതത്തെ പാഴാക്കാതെ, പിശാചിന് ഇട കൊടുക്കാതെ, പിശാച് താങ്കളെ നുണകളാൽ തളച്ചിടുമ്പോൾ ദൈവം താങ്കളെ സത്യത്തിലൂടെ സ്വതന്ത്രനാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ വചനം കേട്ട് വചനം സ്വീകരിച്ച് മുന്നോട്ട് വിശ്വാസത്തോടു കൂടി ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.